പരീക്ഷാകാലമായതോടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കോപ്പിയടിക്കാൻ കുറിപ്പുകൾ തയ്യാറാക്കി നൽകുന്ന ഓൺലൈൻ കഫേകൾ സജീവമാകുന്നു എന്ന വാർത്തയാണ് കോഴിക്കോട് നിന്നുള്ള പ്രധാന വാർത്ത. പരീക്ഷകളുടെ പ്രാധാന്യവും വിദ്യാർത്ഥികളുടെ ഭാവിയും തന്നെ ഇല്ലാതാക്കുന്ന കഫേകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുമ്പോൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഗുഡ് മോർണിംഗ്. ഇവിടെ പരീക്ഷാകാലമാണ്. ഈ പരീക്ഷയുടെ സുതാര്യത ഒപ്പം വിദ്യാർത്ഥികളുടെ ഭാവി ഇതുപോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കഫേകളുടെ പ്രവർത്തനം. ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം കഫേകൾ പ്രവർത്തിക്കുമ്പോൾ യാതൊരുവിധ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണോ യാഥാർത്ഥ്യവും? പ്രധാനമായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പരീക്ഷാ കാലമാണ്. പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു. SSLC പരീക്ഷയടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കഫേകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും അറിയാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കുട്ടികൾക്ക്, അതായത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങൾ, പോയിന്റ്സുകൾ, പ്രസക്ത ഭാഗങ്ങൾ എന്നിവ ചെറിയ ലേഖനങ്ങളാക്കി അല്ലെങ്കിൽ ചെറിയ നോട്ടുകളാക്കി കോപ്പി എടുത്ത് നൽകുന്ന സംവിധാനങ്ങൾ കഫേ വഴി നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ് കഫേയിലുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഫേകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഘു കോപ്പികൾ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന് എണ്ണമനുസരിച്ചാണ് പണം ഈടാക്കുന്നത്. 10 രൂപ മുതൽ മുകളിലേക്കാണ് ഇത്തരം ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതിന് പ്രധാനമായും കഫേകൾ വാങ്ങുന്ന പണം എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഒരു വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ, പ്രസക്ത ഭാഗങ്ങൾ, അതുപോലെ തന്നെ എസ്സേ അടക്കമുള്ള കാര്യങ്ങൾ പോയിന്റ്സുകളാക്കി മാറ്റി കുട്ടികൾക്ക് എത്തിച്ചു നൽകുന്ന ഒരു വിതരണ കമ്പനിയായി കഫേകൾ മാറിയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഇത്തരത്തിൽ ഒരു കഫേകളെ വിദ്യാർത്ഥികൾ ആശ്രയിക്കുമ്പോൾ പരീക്ഷയിലുള്ള സുതാര്യതയും കുട്ടികളുടെ ഭാവിയെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു രീതിയിലേക്ക് പരീക്ഷയൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും സുതാര്യമായി പരീക്ഷ നടത്തിപ്പുകളൊക്കെ നടന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ആ പരീക്ഷ നടത്തിപ്പുകളൊക്കെ സുതാര്യമല്ലാതായിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ സുതാര്യമായ പരീക്ഷ അതില്ലാതാക്കുന്ന പ്രവർത്തനം, ഒപ്പം ഇതിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്നത്. ദിസ്ന പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾ തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്നു. ഒരുപക്ഷെ ചില അധ്യാപകരും രക്ഷിതാക്കളും അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എല്ലാ തരത്തിലും വിദ്യാർത്ഥികളുടെ ഭാവിയെ പോലും ഇല്ലാതാക്കുന്ന ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ വിമർശനങ്ങളും പരാതികളും ഉണ്ടാകുമ്പോഴും യാതൊരു നടപടികളും ഇവർക്കെതിരെ ഉണ്ടാകുന്നില്ലേ? ഒപ്പം ഇതേക്കുറിച്ച് അറിഞ്ഞവർ പോലും ഇത് തുറന്നു പറയാനും ഇത്തരം സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഭയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ സംസ്ഥാനത്തുടനീളം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാനും, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു നെറ്റ്വർക്കിംഗ് സംവിധാനം വഴിയാണ് ഇത്തരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കി വിദ്യാർത്ഥികളുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത് എന്ന് തന്നെ പറയാം. പരീക്ഷാകാലമായാൽ അധ്യാപകർ അല്ലെങ്കിൽ സർക്കാർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്ര വിജയ ശതമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായും. പക്ഷേ വിദ്യാർത്ഥികളുടെ ഭാവിയെയോ സുതാര്യതയോ ഒന്നും തന്നെ വരുത്തുവാനുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ചെറിയ പോയിന്റ്സുകളായി എസ്സേ അടക്കമുള്ള കാര്യങ്ങൾ ചെറിയ പോയിന്റ്സുകളായി കോപ്പി എടുത്ത് കഫേകൾ നൽകുന്നു. 10 രൂപ മുതൽ മുകളിലേക്ക് പണം ഈടാക്കുന്നു. അത് അധ്യാപകർക്കടക്കം അറിയുന്ന കാര്യമായി മാറുമ്പോഴും അവരൊന്നും തന്നെ ഇതിന് ഒരു തരത്തിലുള്ള നടപടി എടുക്കാത്തൊരു സാഹചര്യം വരുന്നു. ലഹരി മരുന്ന് പോലെ അല്ലെങ്കിൽ ലഹരി മാഫിയ പോലെ തന്നെ ഇതൊരു നെറ്റ്വർക്കിംഗ് സംവിധാനമായി മാറുന്നു. കോഴിക്കോടിന്റെ നമ്മൾ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രധാന കഫേകളിലടക്കം ഇത്തരത്തിലുള്ള പേപ്പറുകൾ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളിലെ കഫേകളിലും ഇത്തരത്തിലുള്ള പേപ്പറുകൾ വിതരണം ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഭാവിയെയും സുതാര്യതയെയും ബാധിക്കുന്നതാണ്. പരീക്ഷ എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഈ ചുവടുവയ്പ്പിനെയാണ് ഈ പരീക്ഷാ കാലത്ത് ഇത്തരത്തിലുള്ള കഫേകൾ വഴി ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക്
പറയാൻ സാധിക്കും KP? യെസ്, കോഴിക്കോട് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം കഫേകൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുമ്പോൾ കൃത്യമായി നടപടി ഉണ്ടാകുന്നില്ല. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും കൃത്യമായ ഇടപെടൽ വിദ്യാർത്ഥികളുടെ ഭാവിയും പരീക്ഷയുടെ സുതാര്യതയും ഉറപ്പുവരുത്താൻ ഇനിയെങ്കിലും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നതിന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ദിഷ്ണയാണ് കോഴിക്കോടിന് വിവരങ്ങൾ നൽകിയത്.